അല്ലാഹു തആല കുബടന്ന് പറഞ്ഞു കൊടുക്കുന്ന മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഉമ്മയായി കൊടുക്കല് വാപ്പാടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അള്ളാനെ പേടിയുള്ള ഒരു പെണ്ണിനെ ആ കുട്ടികൾക്ക് ഉമ്മയായിട്ട് കൊടുക്കണം. ഒരു മുസ്ലിമായ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം തന്റെ മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കാൻ. ഈ കുട്ടിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിന്റെ ഉമ്മയാരാ? നിന്റെ ഉമ്മയാരാ? ആ കുട്ടി പറഞ്ഞ മറുപടി, വീട്ടിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, എവിടുന്ന് വന്നയാന്നറിയില്ല, ഉപ്പ നിക്കാഹ് പോലും കഴിച്ചിട്ടില്ല, അടിച്ചോണ്ട് വന്നതാ, നമ്മുടെ സ്വന്തം മുസ്ലിം പോലുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു പെണ്ണാണ് എന്റെ ഉമ്മ എന്ന് ആ കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നല്ല മക്കള് വെറുതെ ഉണ്ടാകില്ല. നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ അതിനൊരുപാട് പരിശ്രമമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഈ വഅദ് പറയുന്ന സ്റ്റേജിന്റെ മുമ്പിൽ ഒരു വാഴ വെച്ചു, സങ്കല്പിക്കുക. വാഴ വെച്ചു, വാഴ കുലച്ചു. വാഴ കുലച്ചു കഴിയുമ്പോ പോയി നോക്കുമ്പോ ഉദ്ദേശിച്ചതുപോലെ കൊലയായിട്ടില്ല. ഉടനെ കല്ലമ്പലത്ത് പോയിട്ട് നല്ല വളം മേടിച്ചു, 2 ചാക്ക് വളം കൊണ്ടുവന്ന് ഈ കാണുന്ന കൊലച്ചു നിൽക്കുന്ന വാഴയുടെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. രാവും പകലും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചാൽ, വളവിട്ട് കൊടുത്താൽ ഈ കൊലച്ച കൊല നല്ല കൊലയാകുമോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണ പറ മനുഷ്യന്മാരെ? ഈ കൊലച്ച കൊല നല്ല കൊലയാകുമോ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. കൊലയ്ക്കുന്നൊക്കെ പോട്ടെ, നിങ്ങളൊന്ന് മുമ്പോട്ട് കയറിയിരുന്ന് എല്ലാവരും. ഞാനേ ഇരിക്കുക, എന്നവനെ നിങ്ങളൊന്ന് ഒത്തല്ലിങ്ങൾ നിങ്ങളിരുന്ന മക്കളുടെ നിങ്ങൾ ഒരുപാട് കയറി ഇരിക്കണ്ടപ്പ ചെവി പോകും കേട്ടാ. ഒന്ന് കുറച്ച് കയറിയിരുന്നോളി. മോനെ ഇത്തിരി പുറകോട്ടിരുന്ന ക്യാമറ ഇങ്ങനെ തട്ടിക്കളഞ്ഞേക്കല്ലേ. കളിക്കുന്ന സാധനത്തിലൊന്നും ഇപ്പം കയറിയേക്കരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയ വയത് പറയട്ടെ, കയറിയിരുന്നോ? ഇരിക്കുക. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കേ, ഈ കൊലച്ച് നിൽക്കുന്ന വാഴയുടെ ചുവട്ടിൽ വളവും വെള്ളവും ഒഴിച്ചു കൊടുത്താൽ ഈ കൊലച്ച് നിൽക്കുന്ന കൊല നല്ല കൊലയാകുമോ? ആകുമോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ എന്താ മിണ്ടായിരിക്കണം? പറചങ്ങന്മാർ എന്ത് ചെയ്യണം പ്രസിഡന്റ്? ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നല്ല കന്ന് വാങ്ങണം, കൊണ്ടുവന്ന് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണില്ലേ? അങ്ങനെ അല്ല. നല്ല കന്നു വാങ്ങലല്ല, വെള്ളം ഒടിച്ചു കൊടുക്കലും വളവിടലൊന്നുമല്ല. ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? എടാ, ഇവിടെ വാഴ വെച്ച കിളിക്കുന്ന സ്ഥലമാണെന്ന് നോക്കണം, മണ്ണ് നോക്കണം. ഒരു യഥാർത്ഥ കർഷകന് മണ്ണ് നോക്കിയാൽ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നിന്റെ ഭാര്യ ആരാണെന്നറിയുമോ? ചെറുപ്പക്കാരാ, നിസാഉകും ഹർസുൽ ലക്കും വഅതു ഹർസകും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. ആ നല്ല കൃഷിയിടത്തിൽ നീ വിത്തിട്, നിനക്ക് നല്ല വിളവ് കിട്ടുമെന്ന് ഖുർആൻ പറയുമ്പോ നല്ല മക്കളെ വെറുതെ കിട്ടില്ല. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ആ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാടോ നല്ല മക്കൾ വളരുന്നത്. അല്ലാതെ ചുമ്മാതെയല്ല. ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. അള്ളാനെ പേടിയുള്ള നല്ല മാതാവും പിതാവും വളർത്തിയ മക്കളുണ്ടല്ലോ. എത്രയോ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണോ. പ്രവാചകന്മാരുടെ ചരിത്രമുണ്ടല്ലോ, സ്വഹാബത്തിന്റെ ചരിത്രമുണ്ടല്ലോ, താബീങ്ങളും ഇമാമുമാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും. എന്തിനാ ഈ പാവല്ലയും നീ കാണുന്ന നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾ ആദരിക്കുകയും നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കളുടെ ചരിത്രമെടുത്ത്
എടുത്ത് വായിച്ചു നോക്ക്. അവരല്ലാനെ പേടിയുള്ളവരാ, അവരല്ലാനെ ഭയന്ന് ജീവിച്ചവരാ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാണ്, ഈമാനുള്ള ഒരു പെണ്ണിന്റെ മടിത്തട്ടിലാണ് നല്ല മക്കള് വളരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്? പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ചരിത്രം പറയട്ടെ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹനെ വല്ലാത്ത പേടിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമല്ലാതെ മറ്റൊരു ഭക്ഷണവും കഴിക്കാത്ത ചെറുപ്പക്കാരൻ അല്ലാഹനെ വല്ലാത്ത പേടിയാ. ആ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. പടച്ചവനെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാ. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാലോ സാബിത്ത് തെരഞ്ഞു നടക്കുകയാണ്. പകലുകൾ രാവും മുതൽ വൈകുന്നേരം വരെ തെരഞ്ഞു നടക്കുകയാ. ഒരാൾ പോലും അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തില്ല. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നടക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ അവിടുന്ന് തളർന്ന് താഴെ വീഴുകയാ. സാബിത്ത് തളർന്ന് താഴെ വീഴുകയാ. പടച്ചവനെ, നടക്കാൻ കഴിയുന്നില്ല. ആ പുഴയുടെ ചാരത്ത് തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു ആപ്പിളിങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ഭക്ഷണം കാണുകയാണ്. പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പഴം കണ്ടപ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പഴമങ്ങ് ആർത്തിയോടെ എടുക്കുകയാ. അവിടെ നിന്ന് ആർത്തിയോടെ കഴിക്കുകയാണ്. ആ ആപ്പിളിന്റെ പകുതി കഴിച്ചപ്പോ തന്റെ ആമാശയത്തിലേക്ക് ഭക്ഷണത്തിന്റെ അല്പം ചെന്നപ്പോ സാബിത്ത് ചിന്തിക്കുന്നു, അല്ലാ, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാ. ഹറാമ് കഴിച്ചു പോയല്ല അല്ലാ. ഖസ്റ ദുനിയാ വൽ ആഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ല പടച്ചവര്. ഇത് എന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ട. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്. ചാടി എഴുന്നേൽക്കുകയാണ്. തലയിലൂടെ മണ്ണ് വാരിയിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. കണ്ടവർ വിചാരിച്ചു സാബിത്തിന് ഭ്രാന്ത് പിടിച്ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതിയും പിടിച്ചുകൊണ്ട് സാബിത്ത് നിലവിളിച്ചുകൊണ്ട് പുഴയ്ക്കെതിരെ അവിടെ നിന്ന് ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പഴം വീണത്? എവിടെ നിന്നാണ് ഈ പഴം വീണ്ടത്? ഒരുപാട് സഞ്ചരിച്ചതും അവസാനം തോട്ടം കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നിന്നാണ് പഴം വീണതെന്ന് ഉറപ്പാക്കുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പടച്ചവനെ ആ തോട്ടത്തിനകത്ത് കടന്നു ചെന്നിട്ട് ആ തോട്ടത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കണ്ട മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് കരയുകയാ. എനിക്ക് പൊരുത്തം തരണം, അറിയാതെ കഴിച്ചു പോയതാണ്, വിശപ്പിന്റെ കാഠിന്യത്താല് കഴിച്ചു പോയതാണ്, എനിക്ക് പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഈ തോട്ടത്തിന്റെ മുതലാളിയല്ല, തൊഴിലാളിയാ. എന്റെ തോട്ടമല്ല, എന്റെ തോട്ടമാണെങ്കിലല്ലേ നിനക്ക് പൊരുത്തം തരാൻ കഴിയൂ. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, മുതലാളിയുടെ വീട് എവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്, പോകാൻ സാബിത്ത് തയ്യാറാ. എന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതിയുടെ പൊരുത്തം ചോദിക്കാറ്, എത്ര നാള് സഞ്ചരിക്കാനും ഞാൻ തയ്യാറാണ്. പടച്ചവനെ, സാബിത്ത് യാത്രയാകുകയാണ്. ദിവസങ്ങളോളം സഞ്ചരിച്ചു. ഈ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുമ്പിലെത്തി. ആ പ്രായം ചെന്ന മനുഷ്യനെ കണ്ടപ്പോ സാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുകയാ. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ ആ പ്രായം ചെന്ന മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. അങ്ങനായിരുന്നെങ്കിൽ ഇവിടെ വരെ വരില്ലായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ,
പൊരുത്തം തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു പൊന്നുമോളുണ്ട്, നീ അവളെ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. അങ്ങനെയുള്ള എന്റെ മകളെ നീ വിവാഹം കഴിച്ചാ നിനക്ക് പൊരുത്തം തരാ. സാബിത്ത് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാർ അവിടെ നിന്ന് ചിന്തിച്ചു, റബ്ബേ, ദുനിയാവല്ലേ ആഖിറമല്ലേ വേണ്ടത്, സ്വർഗമല്ലേ വേണ്ടത്, അല്ലാഹുവിന്റെ മുമ്പിൽ പോകേണ്ടവനാണല്ലോ. സാബിത്ത് അവിടെ നിന്ന് വിവാഹത്തിന് സമ്മതിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. സാബിത്ത് മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിക്കുന്നു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ? ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ പിതാവ് ഇല്ല എന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയോ? സാബിത്തേ, ഓർമ്മ വെച്ച കാലം മുതല് എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാമ് കേട്ടിട്ടില്ല, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടില്ല. ഞാൻ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാ. എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തിയടോ. ഇവര് കൃഷിയിലിറക്കിയടോ. ഇവര് വിത്തുപാകുകയാണോ. അവർക്ക് അല്ലാഹു കൊടുത്ത ഒരു സമ്മാനം എന്തെന്നറിയോ? ഈ പറയുന്ന സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഈ പെണ്ണിന്റെ വയറ്റിൽ പിറന്ന മകന്റെ പേരെന്തെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഈ ഉമ്മാടെ വയറ്റിലാണ് പറന്നത് എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവർ, അവർക്കാണ് അല്ലാഹു നല്ല മക്കളെ കൊടുക്കുന്നത്. അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന പെൺകുട്ടികൾ, ആ പെണ്ണുങ്ങളുടെ മടിത്തട്ടിയമല്ല നോക്കേണ്ടത്, കുടുംബ മഹിമയല്ല നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. ദീനാണ് പരിഗണിക്കേണ്ടത്. നിന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ദീനിനെ നീ പരിഗണിക്ക്. പണവും സൗന്ദര്യമൊന്നുമല്ല, പണവും സൗന്ദര്യമൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു മദീനത്ത്. മക്കത്ത് മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും മുബാറക് എന്ന് പറയുന്ന അടിമയെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകളെ വിവാഹം, എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാ. ആ കോടീശ്വരനായ മുതലാളിയുടെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ആള് വന്നിരിക്കുകയാ. മുബാറക് എന്ന് പറയുന്ന വീട്ടിലെ ജോലിക്കാരനെ വിളിച്ചോട്ട് പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ വിരുന്നുകാർക്ക് കൊടുക്കാൻ. മുബാറക് മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോ വല്ലാത്ത പുളി. യജമാനൻ പറഞ്ഞു, വിരുന്നുകാർക്ക് കൊടുക്കാനാ, പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാ. മുബാറക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പ്. യജമാനന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. മുബാറക്കിനോട് പറഞ്ഞു, എന്റെ മകളെ കാണാൻ ആള് വന്നിരിക്കുകയാ, പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ. മുബാറക്ക് മൂന്നാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ അതിന് വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. പിന്നെ യജമാനൻ ഒന്നും നോക്കിയില്ല, മുബാറക്കിനെ തല്ലാൻ തുടങ്ങി. നീ എന്നെ കളിയാക്കുന്നോടാ, എന്നെ പരിഹസിക്കുകയാണോ, തല്ലുകയാ? മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോ മുബാറക് പറഞ്ഞു, എനിക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ല. 10 വർഷമായില്ലേടാ നീ ഇവിടെ ജോലി ചെയ്യുന്നു, 10 കൊല്ലമായില്ലോ ഈ മുന്തിരിത്തോട്ടത്തിൽ നീ ജോലി ചെയ്യുന്നു, നിനക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക് എന്ന് പറയുന്ന അടിമ പറയുകയാ, എനിക്കറിയില്ല. 10 വർഷമായിട്ട് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നോട് നിങ്ങൾ നോക്കാനേ പറഞ്ഞുള്ളൂ, തിന്നാൻ പറഞ്ഞോ? 10 വർഷം ഈ മുന്തിരിത്തോട്ടം ഇത് നോക്കാനുള്ള അനുവാദം എനിക്ക് തന്നിട്ടുണ്ട്, തിന്നാനുള്ള അനുവാദം നിങ്ങൾ തന്നോ? ഈ 10 വർഷത്തിന്റെ ഇടയിൽ
താഴെ വീണ ഒരു മുന്തിരി പോലും ഞാനെടുത്ത് കഴിച്ചിട്ടില്ല. കഴിച്ചാലല്ലേ മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും ആ ചെറുപ്പക്കാരൻ എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഗൾഫിൽ പോയിട്ട് അറബിയെ എത്തീങ്കാനയിലാക്കിയിട്ട് വരുന്ന കാലമല്ലേ. പാവപ്പെട്ടവൻ ഇവിടെ നിന്ന് എങ്ങനെയും കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകും. അറബി ഇപ്പൊ എത്തീങ്കാനയില്ല. ഇവിടെ ബസ്സും കാറും വീടുമായിട്ട് നടക്കാം. അതാണ് നമ്മുടെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ പള്ളിയുടെ മൂത്രപ്പരയുടെ മുമ്പിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിലെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കല്ലേ. എന്തിന്? ചിലപ്പോൾ അത് എടുത്തോണ്ട് പൊക്കളയും. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങും. ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഇറങ്ങി പോകുമ്പോ അവന്റെ കാലിന് പരുവുള്ളതിട്ടുണ്ട് പൊക്കളയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ.